ആഗ്രഹിക്കുന്നത്. നാളെയും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടല്ലോ. ഇന്നലെ മുഴുവൻ നമ്മൾ പഴയ നിയമത്തിലെ കണ്ണുനീരുകളെക്കുറിച്ചാണ് പഠിച്ചു വന്നത്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനാമുറിയിൽ എനിക്ക് നൽകിയ ചിന്തകളിൽ ഞാൻ നോട്ട് ഡൗൺ ചെയ്തതിൽ ഒരു 10-12 കണ്ണുനീരുകൾ കൂടെ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. എന്നാൽ ഞാൻ അവിടേക്ക് പോകാതെ അത് 1-2 ഭാഗം ഒറ്റ വാക്കിൽ പറഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു 3-ാം ദിവസം കിടപ്പുണ്ട്. വിശദീകരിക്കാനല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു വിടുക. 3-ാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഓർമ്മ വരുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. എന്നാൽ ഉയർപ്പിൻ്റെ പ്രഭാതമായാണ് 3-ാം ദിവസത്തെ കാണുന്നത്. പക്ഷേ ദാവീദിനോട് ചോദിച്ചാൽ തൻ്റെ ജീവിതത്തിൽ 3-ാം ദിവസം സിക്ലാഗിൽ കരയുവാൻ ബലമില്ലാതെ വരുവോളം കരഞ്ഞ ദിവസമാണ് 3-ാം ദിവസം. ശ്രദ്ധിച്ച്, ഹൃദയപ്രകാരമുള്ള പുരുഷൻ അല്ലേ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു പുരുഷൻ കരയുവാൻ ബലമില്ലാതെ വരുവോളം കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ശ്രദ്ധിച്ച്, വീണ്ടും നമ്മൾ ശമൂവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അപമാനത്തിൻ്റെ കണ്ണുനീരുണ്ട്. തലമുറ നിമിത്തം ചെരുപ്പിടാതെ തലമൂടി കൊണ്ട് കരഞ്ഞും കൊണ്ട് ഒരു മല കടക്കുന്ന ദാവീദിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മകൻ നിമിത്തം തല താഴ്ത്തേണ്ടി വന്ന പിതാവിൻ്റെ ഒരു അപമാന ഭാരത്തിലുള്ള കണ്ണുനീരിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുകയല്ലെങ്കിലും ദൈവാത്മാവ് ആ പദം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ശബ്ദം, പ്രാവചനിക ശബ്ദമായി ഞാൻ കൈമാറുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി വിവിധ രാജ്യങ്ങളിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവാത്മാവിൽ ഈ സന്ദേശം ഞാൻ കൈമാറട്ടെ. തലമുറയെ ചൊല്ലി കരയുന്ന മാതാപിതാക്കൾ ഉപവാസ പ്രാർത്ഥനയുടെ 10-ാം രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീരുകൾ ഒരിക്കലും ആമേൻ, സ്തോത്രം, ജൽപ്പനങ്ങളായി മാറാതെ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന് ഇന്നു രാത്രി പറയാൻ, വായ്കളെ തുറക്കാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. തീർന്നില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കണ്ണുനീര് കാണാൻ കഴിയുന്നുണ്ട്. മൊർദെഖായി വസ്ത്രം രട്ടിൽ വീണ് ദൈവസന്നിധിയിൽ കിടന്ന് കരയുന്ന, അവിടെ ഒരു പദമുണ്ട്, വെയിൽഡ് ലൗഡ്ലി ആൻഡ് ബിറ്റർലി. കണ്ടോ, വല്ലാതെ നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയെ കാണാൻ കഴിയുന്നുണ്ട്. ആ കണ്ണുനീരിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പേരിങ്ങനെയാണ്: അധികാരികളുടെ നിർണയത്തെ മാറ്റാൻ കഴിവുള്ള കണ്ണുനീർ. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാത്രി കരയാൻ ദൈവസഭ തയ്യാറാണെങ്കിൽ ചില അധികാരികളുടെ നിർണയങ്ങളെ മാറ്റും. ആമേൻ, 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 ഹല്ലേലൂയ. ചില അധികാര പത്രങ്ങൾക്കകത്തു വീഴേണ്ട സിഗ്നേച്ചറുകളെ വീഴ്ത്തുവാൻ കഴിയുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ എതിരായി ഇന്ന് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു വാർത്ത അതിങ്ങനെയാണ്: സുവിശേഷീകരണത്തിനെതിരെ ചില ബില്ലുകൾ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതായ ഒരു വാർത്ത. എനിക്കതിൽ ഭാരമില്ല, ആശങ്കകളില്ല. പക്ഷെ എനിക്കൊന്നറിയാം, കരയാൻ ദൈവസഭ തയ്യാറെങ്കിൽ അധികാരികളുടെ നിർണയത്തെയും മുദ്രാമോതിരം പതിപ്പിച്ച പേപ്പറുകളുടെയും വാല്യൂവിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന കണ്ണുനീർ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നതായതുകൊണ്ട് വിശദീകരിക്കാതെ ആ ഭാഗം ഞാൻ വിടുന്നു. ഇനിയും രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹിസ്കിയാവിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. ശ്രദ്ധിക്കണേ, തെറ്റിദ്ധരിക്കൽ. ഈ ഭാഗം മാത്രം കട്ട് ചെയ്താൽ ഒരു പക്ഷേ ദുരുപദേശമായി പോയെന്ന് വരാം. ശ്രദ്ധിക്കണം, തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത് അധികാരികളുടെ നിർണയത്തെ മാറ്റാൻ കഴിയുന്ന കണ്ണുനീരാണ്. എന്നാൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ അവിടെ കാണുന്ന കാഴ്ച യെശയ്യാ 38-ലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ കാണുന്നത് ദൈവിക നിർണയത്തെ മാറ്റാൻ കഴിയുന്ന കണ്ണുനീരിനെയാണ്. ഓ ഹല്ലേലൂയ! എത്ര പേർ ആത്മാ തിരിച്ചറിയുന്നുണ്ട്? നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ ചെന്ന് ഹിസ്കിയാവിനോട് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് താൻ ഭവനം വിട്ട് പുറത്തിറങ്ങുമ്പോൾ ചുവരിന് നേരെ തന്റെ മുഖം തിരിച്ചൊരൊറ്റ കരച്ചിൽ: ദൈവമേ, ഞാൻ നടന്നത് നീ ഓർക്കണമേ. ഇന്നലകളില് സാക്ഷ്യപൂർണമായ തന്റെ ജീവിതത്തെ എടുത്തു വെച്ച് ദൈവസന്നിധിയിൽ കരയുന്ന ഭക്തൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പടിമുറ്റം കടന്ന് പുറത്തു പോകാൻ തുടങ്ങുന്ന യെശയ്യാവിന്റെ കാതിന്റെ അകത്ത് ദൈവാത്മാവ് മന്ത്രിച്ചു: നോ, യു ടേൺ ബാക്ക്. നീ നിൽക്കുന്നിടത്തുനിന്ന് തിരിയുക. എന്തെന്നറിയാമോ? മറ്റൊരു ദൂത് എനിക്ക് ഹിസ്കിയാവിനോട് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുണ്ട്. ഒരു പദം ഞാൻ അവിടെ പറയട്ടെ. നിനക്ക് വിരോധമായി ദൈവാലോചന പറഞ്ഞ പ്രവാചകന്റെ നാവിനെ തിരിക്കാൻ കഴിയുന്ന കണ്ണുനീരുകൾ.
ഓ താങ്ക് യു ജീസസ്. എതിർ പ്രാർത്ഥനകൾ, എതിരാരാധനകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഞാൻ ആ വിഷയങ്ങൾ വിശദീകരിക്കാതെ ഒരു പദം പറയട്ടെ. എതിരായി ചലിച്ച പ്രവാചക ശബ്ദങ്ങളെ പോലും തിരിക്കാൻ, ദൈവിക നിർണയങ്ങളെ തിരിക്കാൻ കൃപയോടെ കരയുന്ന, ഇന്നലകളിലെ സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ ഉടമകളായ ഹിസ്കിയാവുമാർ ബഥേലിൽ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറുന്നു. ആമേൻ, സ്തോത്രം. പ്രവാചക വര്യന്മാരുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന കണ്ണുനീർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്കാ കീഴ്പ്പെട്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ പ്രവാചകന്മാരുടെ ആത്മാവിനെ മാറി നിന്ന് കരയുന്ന ഒരു ഹിസ്കിയാവ് നിയന്ത്രിക്കുന്നത് കണ്ടോ? എത്ര പേർക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി അപ്രകാരമുള്ള ദൈവിക നിർണയങ്ങൾ അനുകൂലമായി തീരേണ്ടതിനുള്ള കണ്ണുനീരിനെ നാം അവിടെ കാണുന്നു. യോബിന്റെ പുസ്തകം വരുമ്പോ ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു പദം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് മറ്റൊന്നുമല്ല, ആ കണ്ണുനീര് വായിച്ചാ ഉണ്ടല്ലോ നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. ഞാൻ ആമേൻ സ്തോത്രം വിശദീകരിക്കുന്നില്ല. അവിടെ അവസാനം ഗതികെട്ട ഇയ്യോബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെ ബലം ഇരുമ്പിന്റെ ബലമാണോ എന്ന് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനല്ലേ എന്ന് ഇയ്യോബ് ചോദിക്കുന്നത്. ഇയ്യോബിന്റെ കണ്ണുനീര്, ഒരു ചുഴലിക്കാറ്റ് നഷ്ടപ്പെടുത്തിയത് മുഴുവൻ തിരിച്ചു നൽകാൻ ഒരു ചുഴലിക്കാറ്റിൽ യഹോവ ഇറങ്ങി വന്നു. അതാ കണ്ണുനീരിന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് അങ്ങോട്ട് പഠിച്ചാൽ സങ്കീർത്തനങ്ങൾ മുഴുവൻ ദാവീദിന്റെ കണ്ണുനീരുകളാണ്. അത്രയും പറഞ്ഞ് പഴയ നിയമ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ നിയമഭാഗത്തേക്ക് വരുന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സാധാരണ ബഥേലിൽ എന്നെ പരിചയം ഒരു വിഷയം എടുത്താൽ അധിക നേരം അതിനെ വിശദീകരിക്കുന്ന ഒരു ഗ്ലാഡ്സനെയാണ്. പക്ഷേ എനിക്കിന്ന് ഇപ്രകാരം, ഈ ദിവസങ്ങൾ ഇപ്രകാരമാണ് ഒരു നിയോഗം ലഭിച്ചത്. വിഷയങ്ങൾ പറഞ്ഞു പോകുക. ദൈവമക്കൾക്ക് ആ ദൂതുകൾ സ്വീകരിക്കാൻ ആത്മീക വളർച്ചയുള്ളവരാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു പദമുണ്ട്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞ് അവർ അക്കരയ്ക്ക് പുറപ്പെടുന്നു. ശ്രദ്ധിച്ചേ, അവർ അക്കരയ്ക്ക് പുറപ്പെടുകയാണ്. അക്കരയ്ക്ക് പുറപ്പെടുമ്പോൾ ആ യാത്രയിൽ നാം അറിയുന്നത് പോലെ വല്ലാത്ത പ്രതിസന്ധികൾ വരുന്നു. അവിടെ കാറ്റടിക്കുന്നു, കോളിളകുന്നു, ആകപ്പാടെ പ്രയാസമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. നിരാശയുടെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് ശിഷ്യന്മാർ ഓടിച്ചെന്ന് യേശു ക്രിസ്തുവിനെ വിളിച്ചു ചോദിക്കുന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന ചോദ്യം. ആ ചോദ്യം കേൾക്കുന്ന ഉടനെ യേശു എഴുന്നേൽക്കുന്നു, അവരുടെ അല്പവിശ്വാസത്തെ ശാസിക്കുന്നു. നമുക്ക് ഈ ഭാഗം നല്ലതുപോലെ അറിയാം. പക്ഷെ ഈ കരച്ചിലിനെ, ഈ ശിഷ്യന്മാരുടെ കരച്ചിലിന് ഞാൻ മറ്റൊരു പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ പേര് ഇങ്ങനെയാണ്: ദൈവിക പദ്ധതിയുടെ പാർട്ട്ണറായി നിൽക്കുമ്പോൾ, ദൈവിക പദ്ധതിയുടെ പങ്കാളിയായി നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന ചില കണ്ണുനീരുകൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിനെ നിങ്ങൾക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവസരമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, പത്രോസ് നീ ഇപ്പം നിലവിളിക്കുന്ന എന്തെന്നറിയാമോ? ഗദരദേശത്ത് സംഭവിക്കാനിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായി ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ചപ്പോഴാണ് നിനക്ക് കോള് വരുവാനിടയായത്. അവരുടെ അല്പവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിനാണ് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കണം, കരയിലല്ല, അവർ കടലിൽ ഇറങ്ങാൻ കാരണം ദൈവ പദ്ധതിയുടെ പങ്കാളികളാകേണ്ടതിനാണ്. ദൈവിക ശുശ്രൂഷകളുടെ ഭാഗമായി നിൽക്കുമ്പോൾ, ദൈവികമായ പദ്ധതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പലപ്പോഴും നിനക്ക് കരയേണ്ടി വന്നിട്ടില്ലേ? ദൈവ പദ്ധതിയിൽ ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ നീ പല സന്ദർഭങ്ങളിൽ നിലവിളിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി ദൈവ പദ്ധതിയുടെ പാർട്ട്നേഴ്സായി, ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആമേൻ കണ്ണുനീരിന്റെ ആഴങ്ങളിൽ നിലവിളിക്കുന്ന, ഗുരുവേ ഞങ്ങൾ നശിച്ചു പോകുന്നുവെന്ന് നിലവിളിക്കുന്ന ചില ദൈവമക്കളെ, ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവിൽ ശക്തമായി ആമേൻ സ്തോത്രം ഒരു ദൂതം ഞാൻ കൈമാറുന്നു. നിന്റെ എഡിഫിക്കേഷൻ മാത്രമല്ല, ഇതിനപ്പുറം നീ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവൻ ആർ? കടലും ആമൻ കാറ്റും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. ശ്രദ്ധിക്കണമേ, ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിന്ന നിമിത്തം നിലവിളിക്കേണ്ടി വന്ന ഭക്തനെ, ആമേൻ സ്തോത്രം, ഭക്തയെ, ദൈവദാസനെ, ദൈവദാസിയെ, ഏകനായി ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടി വന്ന നിമിത്തം ഇന്ന് രാത്രി എന്റെ ശബ്ദം അങ്ങനെ ചിലർ ശ്രവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏകയായി ദൈവസന്നിധിയിൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇറങ്ങി
മടങ്ങി തിരിച്ചതിന് ശേഷം അനുഭവിക്കുന്ന നിലവിളികളുടെ നടുവിൽ ദൈവാത്മാവ് ഒരു ദൂത് പറയും, ഇതിനപ്പുറം നീ കാണാൻ പോകുന്ന ദൈവപ്രവൃത്തി കാണുമ്പോ ക്രിസ്തുവിനെ വിശ്വസിച്ച നീ പോലും ഞെട്ടിത്തരിച്ച് ഇതെന്തു സംഭവിക്കുന്നു, എന്റെ ദൈവത്തിന് ഇങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന അതിശയപ്പെടത്തക്ക തരത്തിൽ. അടുത്തത്, അവർ അവനിൽ വിശ്വസിച്ചു. അർത്ഥം, നിന്റെ വിശ്വാസത്തിന്റെ ലെവൽ വർദ്ധിക്കത്തക്ക തരത്തിൽ നിന്റെ കണ്ണുനീരുകളുടെ അകത്ത് ചലിക്കുന്ന ദൈവ പദ്ധതിയുണ്ട്. തളർന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയണം, ഒരു യാത്രയ്ക്ക് വേണ്ടി അവനെ ക്രമീകരിച്ചത് പ്രകാശമുള്ള വെയിലുള്ള സമയത്തല്ല, സന്ധ്യയായപ്പോൾ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. സന്ധ്യയുടെ പ്രത്യേകത ഇരുട്ടിന്റെ സമയമാണ്. എന്നാൽ ഇന്നു രാത്രി ദൈവാത്മാവി തിരിച്ചറിയണം, നിന്റെ യാത്രകൾക്ക് സാധ്യതകളുടെ സൂര്യപ്രകാശം ആവശ്യമില്ല. റാധിമി ഹസിയാധന, നിന്റെ യാത്രകൾക്ക് സാധ്യതകളുടെ സൂര്യപ്രകാശം ആവശ്യമില്ല. സാധ്യതകളില്ലാത്ത രാത്രിയുടെ യാമങ്ങളിൽ നിന്നെ ഒരു യാത്രയ്ക്ക് തയ്യാറാക്കാൻ. എനിക്കറിയാം അവിടെ കൊടുത്തതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഈ രാത്രിയുമായി ബന്ധപ്പെട്ട് കടലുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് വ്യത്യാസമുണ്ട്, തടാകത്തിന്റെ യാത്രകൾക്ക് വ്യത്യാസമുണ്ട്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ആ സന്ധി എന്ന പദത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ചിന്ത പ്രവചനാത്മാവിൽ ദൂതായി എന്നെ കേൾക്കുന്നവർക്ക് കൈമാറുന്നു. സന്ധ്യയാണ്, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസരമാണ്, പ്രകാശം കുറവാണ്, കാര്യം ശരിയാണ്, നിയമങ്ങൾ വിരോധമാണ്, യാത്രയ്ക്കുള്ള അവസരങ്ങളില്ല എന്ന ദൈവാത്മാവി പറയുന്നു. അവസരമില്ലെന്ന് കരുതുന്ന സമയത്ത് നിന്റെ ഡെസ്റ്റിനിയിലേക്കുള്ള നിന്റെ യാത്ര ആരംഭിക്കുന്ന തലങ്ങളെ പരിശുദ്ധാത്മാവ്, ഒടുക്കമാണ്, ഒരു ദിവസത്തിന്റെ അവസാനമാണ് സന്ധ്യ എന്ന് പറയുന്നത്. അവസാനമെന്ന് കരുതിയിടത്ത് ഒരു തുടക്കത്തെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ ആ യാത്ര സന്തോഷത്തിൻ്റെതല്ല, കരച്ചിലിൻ്റെതായിരിക്കും, കണ്ണുനീരിൻ്റെതായിരിക്കും. എന്നാൽ ആ കണ്ണുനീരിന്റെ അവസാനം നിന്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ആമേൻ, ഇങ്ങനെയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവനെയാണല്ലോ ഞാൻ സേവിച്ചത്. കരയും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ എത്ര മഹാൻ, ഇവൻ എത്ര വലിയവൻ എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ അടുത്ത തലത്തിലേക്ക് കടക്കത്തക്ക തരത്തിൽ നിന്റെ കണ്ണുനീരുകൾ നിന്നെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാ, സമയം വേഗത്തിൽ ഓടിപ്പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒത്തിരി ഭാഗങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, എങ്കിലും ഞാൻ ആ ഭാഗം വേഗത്തിൽ പറഞ്ഞ് പോകട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ശേഷം ഇത് 10ാം ദിവസമേ ആയിട്ടുള്ളൂ, ഇനി 11 ദിവസം കിടപ്പുണ്ട്. ദൈവദാസന്മാർ എനിക്ക് ശേഷം വരുന്നവർ, ഒരു പക്ഷേ ആത്മാവ് അവർക്ക് നിയോഗം നൽകുന്നെങ്കിൽ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് ബാക്കി അവരിലൂടെ സംസാരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 47ാം വാക്യം. ആദ്യത്തെ കണ്ണുനീരിന്റെ പ്രത്യേകത, പുതിയ നിയമത്തിൽ ആദ്യത്തെ കണ്ണുനീരിന് ഞാൻ കൊടുത്ത പേര് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിച്ചതിന്റെ സമയത്ത് ഉണ്ടായ കണ്ണുനീർ. പ്രൈസ്. രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം അതിന്റെ 47ാം വാക്യത്തിൽ ഇങ്ങനൊരു പദമുണ്ട്, നസ്രയനായ യേശു എന്ന് കേട്ടിട്ട്, കണ്ടിട്ടല്ല, കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇത് നിലവിളിക്ക് ക്രൈ ഔട്ട് എന്ന പദമാണ്. അനാക്രാസോ എന്ന പദം, ക്രൈ ഔട്ട്. ഇതുവരെയുള്ള എല്ലാം കരച്ചിലുകളാണ്. ഇതിന് ക്രൈ ഔട്ട് എന്നൊരു പദമുണ്ട്. എന്ന് പറഞ്ഞാൽ ഉച്ചത്തെ തന്റെ ശബ്ദം പുറത്തേക്ക് വിടുക. അതിന് കൊടുത്തിരിക്കുന്ന പദം അനാക്രാസോ എന്നാണ്. ശ്രദ്ധിക്കുന്നവരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പദത്തിന്റെ പ്രത്യേകത തന്നെ സ്തോത്രം മറ്റുള്ളവർ കേൾക്കേണ്ടതിന് എന്നാണ്. എന്നോട് പറയാം, ഇതുവരെയുള്ള കണ്ണുനീര്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നിലവിളിയുണ്ട്, മറ്റുള്ളവർ കേൾക്കേണ്ടതിന് വിളിച്ചുണർത്തുന്നുണ്ട്. പക്ഷെ കണ്ണുനീർ എന്ന് പറയുന്നത് സൈലന്റ് കരച്ചിലുകളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ വിളിച്ചുണർത്തുന്ന സമയത്ത് ഗുരു എന്ന് പറഞ്ഞ് അവനെ തട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. താൻ എവിടെ, ഇത് ഒരു ശബ്ദം മാത്രമേ താൻ കേൾക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് എവിടെയാണ് തൻ്റെ ശബ്ദം കണ്ട് പ്രതിവചിക്കേണ്ട വ്യക്തി ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എവിടെയായിരുന്നാലും കേൾക്കത്തക്ക തരത്തിൽ ശബ്ദം പുറത്തേക്ക് ഇറക്കുന്നു. അതാണ് അനാക്രാസോ, ക്രൈ ഔട്ട് എന്ന പദം.
പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളത് സാധാരണ ഈ പദങ്ങൾ പഠിക്കുമ്പോൾ സെക്കൻഡായിട്ട് വരുന്ന ആൽഫബറ്റ് എ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആൽഫ എന്ന പദം എന്ന ലെറ്റർ സൈലന്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഒരു വാക്ക് പോലും സൈലന്റ് ആക്കാതെ അനാക്രാസോ എന്ന പദം എന്ന് പറഞ്ഞാൽ ആൽഫ, ന്യൂമ, ആൽഫ, കാപ്പ, റോ, ആൽഫ, സിഗ്മ, ഒമിക്രോൺ, ഇത് ഒരു ഭാഗം പോലും സ്തോത്രം സൈലന്റ് ആക്കാതെ ആ ശബ്ദത്തെ ആ വാക്കിന്റെ അകത്ത് പോലും പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞാൻ ആ പദം വിടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിയോളജി പഠിക്കാൻ വേണ്ടിയോ ഭാഷ പഠിക്കാൻ വേണ്ടിയോ അല്ല ഇവിടെ ഇരിക്കുന്നത്. അറിവുകൾ വെളിപ്പെടുത്താനും അല്ല. എനിക്ക് പരിമിതമായ അറിവേ ഉള്ളൂ, വളരെ കുറച്ച്. അതും ബഥേൽ വന്നൊക്കെ ഈ ഭാഗം പറയാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത് അപമാനമാണ്. കാരണം എന്നേക്കാൾ അധികം ഈ കാര്യങ്ങളിൽ അറിവുള്ള നേതൃത്വവും ദൈവമക്കളുമാണുള്ളത്. ഞാൻ ആ ഭാഗത്തിന്റെ ലിറ്ററൽ മീനിങ്ങിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ തിമായിയുടെ മകനായ ബർത്തിമായിക്ക് ഒരു ചിന്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ശബ്ദം അവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും കേൾക്കണം. ഈ കണ്ണുനീരിന് ഞാൻ കൊടുക്കുന്ന പേര് മാറ്റത്തിനു വേണ്ടിയുള്ള കരച്ചിൽ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ആമേൻ എൻ്റെ ഈ വാക്കുകളോട് ചേർന്ന് വന്നാട്ടെ. സ്തോത്രം. നല്ല വ്യൂവേഴ്സ് യൂട്യൂബിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മാതാപിതാക്കളൊക്കെ ഇന്നലെ യൂട്യൂബിൽ ഇത് കണ്ടിരുന്നു. ലൈവായി തന്നെ 100 കണക്കിന് ആളുകൾ, ഏകദേശം 600-650 ഇന്നലെ കാണുന്നുണ്ടായിരുന്നു ലൈവായി തന്നെ യൂട്യൂബിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ ഇന്ന് രാത്രി ഇപ്രകാരം ഒരു പദം പറയാൻ ആഗ്രഹിക്കുക. ഈ കണ്ണുനീരിന് ഞാൻ കൊടുക്കുന്ന പേര് മാറ്റത്തിനു വേണ്ടിയുള്ള കരച്ചിൽ. എന്തു മാറ്റത്തിനു വേണ്ടിയാ? ഇപ്പോൾ ഇവന്റെ സ്റ്റാറ്റസ് എന്താ? ഇവന്റെ സ്റ്റാറ്റസ് ഇവിടെ, ആ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു പദമുണ്ട് 46-ാം വാക്യത്തിൽ. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമ എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ, ശ്രദ്ധിക്കണം, ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ശ്രദ്ധിച്ചേ, ഒന്നുണ്ടോ, ഇവന്റെ സ്റ്റാറ്റസ്, ഇവൻ ഭിക്ഷക്കാരനാണ്. 2, ഇവൻ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ്. 3, ഇവന്റെ ഇരിപ്പ് വഴിയരികിലാണ്. 3 പദങ്ങൾ. 1, അവന്റെ പ്രൊഫഷൻ അല്ലെ അവന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവൻ ഭിക്ഷക്കാരനാണ്. 2, അതുകൊണ്ട് തന്നെ ഇവന്റെ ഉപജീവനം കഴിയുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ്. 3, ഇവന്റെ ഇരിപ്പെന്ന് പറയുന്നത് വഴിയരികിലാണ്. ശ്രദ്ധിച്ചേ, ഒറ്റ കരച്ചിൽ ഇവന്റെ ഈ 3 സാഹചര്യങ്ങളെയും ദൈവാത്മാവ് വെട്ടി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ ഒറ്റ കരച്ചിലിന് മുമ്പിൽ അവൻ അതിനുശേഷം ഒരു ഭിക്ഷക്കാരനായി മാറി. ഭിക്ഷക്കാരനായ അവസ്ഥയിൽ നിന്ന് മാറി പകരം സാധാരണ ഒരു പൗരനായി, സാധാരണ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി, മറ്റേത് ജോലിയും ചെയ്യാൻ കഴിയുന്നവനായി അവൻ മാറി. 2, അവൻ മറ്റുള്ളവരുടെ ഔദാര്യത്തിലുള്ള ജീവിതം അവൻ അന്ന് അവിടെ അവസാനിപ്പിച്ചു. 3, അവന്റെ ഇരിപ്പ് വഴിയരികിൽ നിന്ന് മാറി. ഇന്നൊരു രാത്രി എന്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് കരയുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, മാനുഷികമാകട്ടെ, നിലവിലെ സാഹചര്യത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ മേൽ ദൈവാത്മാവിന്റെ ശബ്ദം ഇന്നു രാത്രി ശക്തമായി ചലിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിന്റെ ഒരു കണ്ണുനീർ കേൾക്കേണ്ടവൻ കേട്ടാൽ നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. ചില സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്ന കണ്ണുനീരുകൾ ബഥേൽ സമൂഹത്തിന്റെ നടുവിൽ എഴുന്നേൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിലവിലെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വേണം കർത്താവ് എന്ന് നാളുകളായി കരയുന്ന, ഒരു പക്ഷേ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ പ്രധാന പ്രാർത്ഥനാ വിഷയം തന്നെ ഇതായിരിക്കണം. എൻ്റെ അവസ്ഥയ്ക്കൊരു ഭേദം വരണം, നിലവിലുള്ള സാഹചര്യം ഒന്ന് മാറണം. അത് ആത്മീകമായാലും മറ്റേത് തരത്തിലായാലും എൻ്റെ സാഹചര്യം ഒന്ന് മാറണം എന്ന് കരയുന്നവരുണ്ടെങ്കിൽ ദൈവാത്മാവി പറയുന്നു, നീ കരയുന്നത് മറ്റൊരുത്തന്റെ മുമ്പിലല്ല. ഇത് കേട്ടാൽ നിന്റെ സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്ന ഒരു മേഖലയിലാണ് നിന്റെ കണ്ണുനീർ പോയി പതിക്കുന്നത്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ എന്ന് കരയാൻ നീ തയ്യാറായിക്കൊള്ളുക. ആമേൻ. സ്തോത്രം. ഉലകത്തെ സൃഷ്ടിച്ചവൻ, സൃഷ്ടാവായ കർത്താവ് ഈ ശബ്ദത്തിന് മുമ്പിൽ തന്റെ യാത്രയെ അവിടെ നിർത്തി നിന്റെ വിഷയത്തിന്റെ മേൽ ക്രമീകരണം വരുത്തും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് സ്തോത്രം കൊടുക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. സമയം വളരെ മുമ്പോട്ട് പോകുന്നു. 2 വിഷയമേ പറഞ്ഞിട്ടുള്ളൂ.
തുടർന്ന് ഒരു 5-6 വിഷയങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും 1-2 വിഷയങ്ങൾ കൂടെ സ്പർശിച്ച് ഞാൻ പോകുന്നു. ശ്രദ്ധിച്ചേ. 3-ാമത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിൽ ഒരു പിതാവിൻ്റെ സങ്കടമാണ് കാണുന്നത്. ഫാദർ ഓഫ് ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ ചന്ദ്രരോഗം നിമിത്തം കഷ്ടപ്പെട്ട ആ പൈതലിൻ്റെ പിതാവിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ സങ്കടം ബോധിപ്പിക്കുന്നു. ഈ 17-ാം അധ്യായം എന്ന് പറയുന്നത് മറുവമലയുടെ അവസ്ഥയാണ് ആരംഭിക്കുന്നത്. ഒരു പദമുണ്ട്, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. മലയാളത്തിൽ തനിച്ചെന്നാണ്, പക്ഷെ ഇംഗ്ലീഷ് വരുമ്പോൾ സെറ്റ് എപ്പാർട്ട്, അവരെ തനിച്ചാക്കി കൊണ്ടുപോയി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ഒരു കാര്യം ഞാൻ പറയാം. ദൈവിക അനുഭവങ്ങളുടെ ആഴങ്ങൾ വെളിപ്പെടണമെങ്കിൽ സ്വർഗം നിന്നെ ചില ഇടങ്ങളിൽ നിന്ന് തനിച്ചാക്കണം. മനസ്സിലായവർക്കായി സ്തോത്രം. ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ നിന്ന് നിന്നെ ചില സമയങ്ങളിൽ കർത്താവ് മാറ്റി നിർത്തും. അത് മറ്റൊന്നിനുമല്ല, ഇന്ന് വരെ ഇല്ലാത്ത ചില ആത്മതലങ്ങൾ തുറക്കപ്പെടേണ്ടതിനാണ്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, ഞാൻ അവിടെ വെച്ച് അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്നിത്യാദി ഭാഗങ്ങൾ ഹോശയ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഇതുമായി കണക്ട് ചെയ്യുക. ശ്രദ്ധിച്ചേ. ഇനി അടുത്തത് വേറെ പദമുണ്ട്, യേശുക്രിസ്തു കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥനയുടെ ഉയർന്ന മലയിലേക്ക്. ശ്രദ്ധിച്ചേ, നിനക്ക് സ്വയം നടന്നു കയറാൻ കഴിയാത്ത പ്രാർത്ഥനയുടെ ഉയർച്ചകളിലേക്ക് യേശുക്രിസ്തുവിന് കൈപിടിച്ചു കൊണ്ടുപോകാൻ കഴിയും. ആമേൻ, 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 ആമേൻ. മനസ്സിലായവർക്കായി സ്തോത്രം. ഇനി എന്നാ ഭാഗം വിശദീകരിക്കാതെ, ഈ മറുമലയിൽ സംഭവിക്കുന്നത് ഇറ്റ്സ് എൻ എൻകൗണ്ടർ വിത്ത് ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് സൺഷിപ്പ്. പുത്രത്വവും ശിഷ്യത്വവും തമ്മിലുള്ള ഒരു സംഗമവേദിയാണ് ഈ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ നമ്മൾ വായിക്കുന്ന മറുമലയാണ് നമ്മൾ വായിക്കുന്ന ആ ഭാഗം. കണ്ടേ, പുത്രത്വവും ശിഷ്യത്വവും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കൂടിക്കാഴ്ച. ശ്രദ്ധിക്കാൻ പറയാം. ഇവിടെ ഏലിയാവും മോശയും യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ശിഷ്യൻ പറയുന്നു, മറ്റൊന്നുമല്ല ഗുരു, ഞാൻ 3 കുടില് കെട്ടട്ടെ. 3 കുടിൽ. അത് 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിന്. മറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം. പത്രോസെ, നീ എങ്ങനെ അവിടെ പാർക്കും? യാക്കോബെ, നീ എവിടെ പാർക്കും? യോഹന്നാനെ, നീ എവിടെ പാർക്കും? ശ്രദ്ധിക്കണേ. ശിഷ്യത്വത്തിന്റെ പ്രത്യേകത, ദൈവിക സാന്നിധ്യം ഇറങ്ങിയപ്പോ തങ്ങളുടെ വിഷയം അവർ മറന്നു. എന്റെ കൂടെ വരണം. ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോ തങ്ങളുടെ വിഷയം തങ്ങൾ മറന്നു. സ്വന്തം അവസ്ഥകൾ മറന്ന് ദൈവപ്രവർത്തിക്ക് വേണ്ടി അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്ന തലത്തെയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ വിടട്ടെ. അടുത്തത് പുത്രത്വമാണ്. ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യം ഇറങ്ങി വസ്ത്രമെല്ലാം വെള്ള പോലെ മിനുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് ഞാനൊരു കുടിൽ കെട്ടട്ടെ എന്ന് ആവശ്യപ്പെടുമ്പോ, അന്നാ ശരി കുടിൽ കെട്ട്, അതിൻ്റെ അകത്ത് എൻ്റെ ഈ പ്രകാശം നഷ്ടപ്പെടാതെ കുറച്ചു നാൾ ഇരിക്കാം എന്ന് ആഗ്രഹിക്കാതെ, സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശയും ഏലിയാവിനെ മാറ്റി നിർത്തി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ധീവര സമൂഹത്തിന്റെ ഭാഗമായ പത്രോസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാണിച്ചൊരു ഒരു മനസ്സുണ്ടല്ലോ, അതാ പുത്രത്വം. പിതാവിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ മനോഭാവം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ യേശുക്രിസ്തുവിന്റെ മേൽ വെളിപ്പെട്ട ദൈവിക രൂപാന്തരം കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ, ആമേൻ, സ്തോത്രം. അതിനന്തരം ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി യേശുക്രിസ്തു മലയിൽ നിന്നിറങ്ങി താഴേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആമേൻ, സ്തോത്രം. അദ്ദേഹം ഇങ്ങനൊരു പദം പറഞ്ഞു. ഈ മലയുടെ അടിവാരത്തിൽ ശിഷ്യന്മാർ തലങ്ങും വിലങ്ങും കിടന്ന് ശാസിച്ചിട്ട്
പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം താഴെയുണ്ട്. എൻ്റെ സ്വന്തം അല്ല, ഒരു ദൈവദാസന്റെ വാക്കുകളാണ്, ഞാൻ കടമെടുക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ താങ്കളുടെ അനുവാദത്തോടെ ഞാൻ ഈ ഭാഗം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചേ. ആമേൻ. താഴെ ഒരു പരാജയം നടക്കുകയാ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, മുകളിൽ നിന്ന് തന്നെ പത്രോസ് താഴേക്ക് നോക്കിയപ്പോ തന്റെ കൂടെ നിൽക്കുന്ന സഹോദരന്മാർ കിടന്ന് കഷ്ടപ്പെടുന്നതും വേർക്കുന്നതും പരാജയപ്പെട്ട് നിൽക്കുന്നതും പത്രോസ് കണ്ടുപോലും. എനിക്കറിയില്ല, കണ്ടുപോലും. അതുകൊണ്ട് ഇപ്പൊ യേശുക്രിസ്തുവിനെ, ഗുരുവിനെ വിളിച്ചുകൊണ്ട് താഴോട്ട് പോയാൽ ഗുരു സ്കോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചൂടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇപ്പൊ പോണ്ട, ഞാനൊരു കുടിൽ കെട്ടിത്തരാം, കുറച്ച് നാളിലൂടെ വെയിറ്റ് ചെയ്യാം, എന്നാൽ എങ്ങനെങ്കിലും ഈ വന്ന ആൾക്കാരെ ഒന്ന് റെഡിയാക്കി കയറ്റി വിട്ടിട്ട് താഴേക്ക് കൊണ്ടുപോകാം എന്ന് താൻ ആഗ്രഹിച്ചു പോലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു പദം ഞാൻ പറയാം. മറുരൂപമലയിലെ ദൈവിക സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് ഈ 4 പേർ ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്നത് ഒരു പരാജയത്തിന്റെ സാക്ഷ്യമാണ്. ഒന്നുകൂടെ പറയാം. അവിടെ ചന്ദ്രരോഗം പിടിപെട്ട ആ പൈതലിന്റെ പിതാവ് ഒരു പദം പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ഞാൻ കൊണ്ടുകൊടുത്തു, പക്ഷേ അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഒരു പദത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, മാക്സിമം പ്രാർത്ഥിച്ചു, മാക്സിമം ദേവദാസന്മാർ കൈവച്ചു. ആമേൻ. ശിഷ്യന്മാർക്ക് പോലും സ്കോപ്പില്ലാത്ത കേസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനെ ഞാൻ വിളിക്കുന്ന പേര് ഗത്യന്തരമില്ലാത്ത കണ്ണുനീർ. പ്രൈസ് ദി ലോർഡ്. വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത, ക്രൈയിങ് ഫോർ ഹിസ് ഓൺ സൺ. ആമേൻ. വേറൊരു ഓപ്ഷൻ ഇല്ലാതെ ആമേൻ സ്വന്തം തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു ദൂത് എന്നെ കേൾക്കുന്നവരോട് ഞാൻ കൈമാറട്ടെ. ദൈവദാസന്മാർ നോ പറഞ്ഞതുകൊണ്ടോ, ആമേൻ സ്തോത്രം, ഡോക്ടർമാർ നോ പറഞ്ഞതുകൊണ്ടോ, സാഹചര്യങ്ങൾ വിരോധമായതുകൊണ്ടോ അത് അൾട്ടിമേറ്റ്ലി നോ ആണെന്ന് അർത്ഥമില്ല. പകരം നിന്റെ കണ്ണുനീരുകൾക്ക് അഭിഷിക്തന്മാരുടെ നോകളെ കവച്ചു വെക്കാൻ കഴിയും. അതാണ് നിലവിളിയുടെ പ്രത്യേകത. ദൈവാത്മാവ് ദൂത് പറയുന്നു, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിടുതലുകളില്ലാതെ ശരീരത്തിൽ മാനസികമായി ക്ഷീണിച്ച് ഇനിയൊരു പ്രാർത്ഥനയ്ക്ക് സ്കോപ്പില്ല, ഇനി ഒരു വിടുതൽ നടക്കുമെന്ന് ദൈവദാസന്മാരുടെ വായിൽ നിന്ന് പോലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്നവന്റെ മുമ്പിൽ കണ്ണുനീരോടെ അഭയയാചന കഴിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോകാതെ അവിടെ ആ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം അടുക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിൽ തിരിച്ചറിഞ്ഞാട്ട് ആമേൻ സ്തോത്രം, ചില നോകളെ, സാധ്യമല്ല എന്ന അസാധ്യതകളുടെ തലങ്ങളെ റീ ഓപ്പൺ ചെയ്യുന്ന നിലവിളികളുമായി ഉയരുവാൻ ബഥേൽ സമൂഹത്തോട് ദൈവാത്മാവിൽ ഞാൻ ആമേൻ ബുദ്ധി ഉപദേശിക്കുന്നു. ആഗോള വ്യാപകമായി ഞങ്ങളെ ശ്രവിക്കുന്ന, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, പൂർണ്ണ ആമേൻ സ്തോത്ര ബഹുമാനത്തോടെ നിങ്ങളോടൊരു ദൈവഭൃത്യൻ, എളിയ ദൈവഭൃത്യൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൂത് കൈമാറുന്നു. കേട്ടോ, ആരൊക്കെ നോ പറഞ്ഞാലും, ക്ഷമിക്കണം, ആരൊക്കെ നോ പറഞ്ഞാലും നിന്റെ കണ്ണുനീരുകൾക്ക് ദൈവിക പ്രവർത്തികളെ വിളിച്ചു വരുത്താൻ കഴിയും. വേറെ ഗത്യന്തരങ്ങളില്ലാതെ നിൽക്കുന്ന അവസ്ഥകളിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുക, എഴുന്നേറ്റ് നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ 3 തരത്തിലെ കണ്ണുനീരുകളാണ് പഠിച്ചത്. ഒന്ന്, ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കരയുന്ന ശിഷ്യന്മാർ. അത് പടകിൽ, തടാകത്തിൽ. 2, കാണാൻ കഴിയുന്നില്ല, കേട്ടുകൊണ്ട് മറ്റുള്ളവർ കേൾക്കണം എന്ന ഉദ്ദേശത്തിൽ നിലവിളിക്കുന്ന തിമായുടെ മകനായ ബർത്തിമായി. അവിടുത്തെ അവന്റെ അവസ്ഥകൾ, അവനൊരു ഭിക്ഷക്കാരനാണ്, അവൻ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്നവനാണ്, 3 വഴിയരികിൽ ഇരിക്കുന്നവനാണ്. മാറ്റത്തിനു വേണ്ടിയുള്ളൊരു കണ്ണുനീരായിരുന്നു അവനിൽ നിന്ന് പുറപ്പെട്ടത്. അത് യേശുക്രിസ്തു കണ്ടു, അവന് അവസ്ഥകളെ മാറ്റം വരുത്തി. 3, ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും നോ പറഞ്ഞപ്പോൾ മറ്റൊരു അവസരവുമില്ലാതെ ഒരു പിതാവ്
ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു. ശിഷ്യന്മാരുടെ നോയെ കർത്താവ് ഒരു വലിയ യെസ്സാക്കി മാറ്റി. ഒരു ചിന്തകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതിൻ്റെ മുകളിൽ സ്വർഗം ഒരു വര വരയ്ക്കും. ഫുൾ സ്റ്റോപ്പ് വിൽ ബിക്കം ആൻ എക്സ്ക്ലമേറ്ററി സിംബൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ ഒറ്റ നിലവിളിക്കപ്പുറം കാണുന്നത് ഒരത്ഭുതത്തെയാണ്. ഇന്ന് രാത്രി ഒരു നിമിഷം ആ കണ്ണുകളെ ദൈവസന്നിധി നടക്കുമോ? ദൈവത്തിൻ്റെ ദാസന് ഞാൻ ടൈം കൈമാറുമ്പോൾ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചവർ ദൈവാത്മാവിൽ ശക്തമായി നിലവിളിക്കുന്നവരാകട്ടെ. നിലവിളിക്കാതെ നിങ്ങളുടെ ശബ്ദത്തെ ഒതുക്കരുത്. നിലവിളി ഉയരട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നാളെയും കൃത്യം 8:45 തന്നെ നിങ്ങളോട്